നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയ്ക്ക് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസം. ഇന്ന് ഞാൻ തകർക്കും. ദാ കണ്ടില്ലേ, മരുമകൻ തന്നെ അമ്മാവനെ അറസ്റ്റ് ചെയ്തത്. ഇതിലെത്താൻ പെട്ടടോ ജയരാമ. എന്താ ACP? മായമ്മയുടെ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ജയരാമനെ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്യൽ തുടരുകയാണ് സർ. എന്നിട്ട് അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല സർ. ചോദ്യം ചെയ്യലിന്റെ ശൈലി ശരിയാവഞ്ഞിട്ടായിരിക്കും. അതല്ല സർ, എൻ്റെ അമ്മാവനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആ കുറ്റം ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? പോലീസിന് കിട്ടിയിരിക്കുന്ന ആ വീഡിയോ തന്നെ അയാൾക്കെതിരായിട്ടുള്ള തെളിവല്ലേ? സർ, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം സർ. പറഞ്ഞോളൂ. അങ്ങനൊരു വീഡിയോ ആരോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ തീർച്ചയായും മറ്റാരോ ഉണ്ടാവില്ലേ? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അവർ അയച്ചു തന്ന സ്ഥിതിക്ക് അത് ജയരാമനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയല്ലേ? ആ സംശയമൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് നമുക്ക് ഫസ്റ്റ്. സർ, എടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ വീഡിയോ മീഡിയയ്ക്കും കിട്ടിയിട്ടുണ്ട്. ചാനലുകാർക്ക് ഇപ്പൊ ഉത്സവ. അവരത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടാടുക. എല്ലാ ചാനലുകളിലും അന്തി ചർച്ച മായമ്മ കൊലക്കേസായിരിക്കും. പോലീസ് അനാസ്ഥ കാണിക്കുന്നു, പോലീസ് പക്ഷപാതം കാണിക്കുന്നു, കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. നമ്മളെ എടുത്തിട്ട് അവർ അലക്കി വലിച്ചു കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സർ, ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും തലവേദനയാവുന്ന പ്രശ്നം ജയരാമൻ ACP കാർത്തികിന്റെ അമ്മാവനായി പോയെന്നുള്ളതാണ്. സർ, ഇതിലെനിക്ക് വ്യക്തിപരമായ പരിഗണന ആരോടും ഇല്ല സർ. അത് പാടില്ലല്ലോ. പ്രത്യേകിച്ച് താൻ ഒരു കറപ്ഷനും കാണിക്കാത്ത ആളാ. പബ്ലിക്കിന്റെ വായടപ്പിക്കാനാ തന്നെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടത് സർ? താൻ ആത്മധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോവുക. വിമർശിക്കുന്നവരുടെ വായ മൂടി കെട്ടണമെങ്കിൽ ആദ്യം ജയരാമന്റെ അറസ്റ്റ് നിയമപരമായി രേഖപ്പെടുത്തുക. എന്നിട്ട് ചോദ്യം ചെയ്ത ശേഷം പരമാവധി കുറ്റങ്ങൾ ചാർത്തി അയാളെ കോടതിയിൽ ഹാജരാക്കുക. ഫസ്റ്റ് അറസ്റ്റ് ഹിം ലീഗലി and them question him. Sir. മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. ആരും ബഹളം വെക്കരുത്. മായമ്മയുടെ കൊലപാതക നിങ്ങളെ കാണാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായി സർ മായമ്മ കൊലക്കേസിന്റെ അന്വേഷണം? മായമ്മ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാന് ഞങ്ങളുടെ തീരുമാനം. സർ, ജയരാജൻ കുറ്റം സമ്മതിച്ചോ? നോ കമന്റ്സ്. സർ, സർ, അങ്ങനെ വീണ്ടും അവനകത്ത്. മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയ്ക്ക് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസം. ഇന്ന് ഞാൻ തകർക്കും. ദാ കണ്ടില്ലേ, മരുമകൻ തന്നെ അമ്മാവനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ചെമ്പകമംഗലത്ത് ഭൂകമ്പ. ഞാൻ ഇന്ന് കുടിച്ച് മരിക്കും. നിനക്കെന്താ ഭ്രാന്തായോ? ഇതൊരു രസമല്ലേ ചേച്ചി?
മായമ്മ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏതായാലും എനിക്ക് സന്തോഷമായി. ഇവിടെ കണ്ണീര് കാണാൻ പറ്റിയല്ലോ. എനിക്കും സന്തോഷമൊക്കെ തന്നെയാ. വളർത്തമ്മയുടെ മകളുടെ ഈ സങ്കടം കാണുമ്പോ വല്ലാത്ത രസം. ആരുടെ കയ്യിലെ റിമോട്ട്? ആ ടി വി ഓഫ് ചെയ്തേ. ഓഫേ. ഇവിടെ ചിലർക്കൊക്കെ കാണുമ്പോ സന്തോഷമാ. ആ സന്തോഷിക്കേ. നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അനാവശ്യം പറഞ്ഞാലോട്ടല്ലോ. കൂട്ടത്തിൽ നിന്നിട്ട് കാല ചവിട്ടുന്ന നിങ്ങളുടെ സ്വഭാവം. കൂട്ടത്തിൽ നിന്നോ? ആര്? ഞാൻ നിന്റെ കൂടെയോ? ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നൊന്നുമില്ല. എന്തായാലും കാർത്ത് കാണിച്ച് വളരെ മോശമായി പോയി. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവൻ ഒരിക്കൽ കൂടെ തെളിയിച്ചു. എന്റെ അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ പിന്നെ ആരൊക്കെ ചേർന്ന് കരുതി കൂട്ടി ചതിക്കുക. കാർത്തി വല്യേട്ടനെ സംശയിക്കാൻ ഇവിടെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം? എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കാർത്തിയും കണ്ടിട്ടുണ്ട്. നീ എന്ത് കണ്ടു? അത് പിന്നെ നിന്നോടാ ചോദിച്ചത്. നീ എന്ത് കണ്ടു? ഞാനത് പറയാം. ജനാർദ്ദന കൈമളും രാജലക്ഷ്മിയും മകനും കൊച്ചുമകളും ഒക്കെ സഹജീവികളോട് സഹതാപം കാണിക്കുന്നവരാ. മറ്റുള്ളവരോട് മനസ്സിലുള്ളവരാ. ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നോടി നീയൊക്കെ എന്ത് കീടജന്മോ? മറ്റുള്ളവരുടെ കണ്ണിലെ മൊട്ടുസൂചി തിരഞ്ഞെടുക്കുന്ന നീയൊക്കെ അവനവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല. അവർക്ക് സംശയം തോന്നിയത്രേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.